വല്ലാത്തൊരു വിഷമത്തോടെയാണ് അന്ന് തെച്ച് കോളേജിലെത്തിയത്. എന്തുകൊണ്ടും ദേവിന്റെ ആ ചെറിയൊരു അവഗണന അവൾക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ബസ് ഇറങ്ങി മുന്നോട്ട് നോക്കിയതും തന്നെയും കാത്തു നിൽക്കുന്നവരെ കണ്ട വെള്ളച്ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. വന്നിട്ട് ഒത്തിരി നേരമായോ ദേവിയേച്ചി? ഏയ് ഇല്ല വാവേ, ജസ്റ്റ് 10 മിനിറ്റ്. അവിടെ അരികിലേക്ക് വന്നോണ്ട് തെച്ച് ചോദിച്ചതും ദേവ് മറുപടി പറഞ്ഞു. അല്ല, മീനി ഇതുവരെ വന്നില്ലല്ലോ. സാധാരണ നമുക്ക് മുന്നേ വന്ന് ഇവിടെ നിന്ന് തെച്ചുവിനെയും കാത്തു നിൽക്കുന്ന ആളല്ലേ? നയനയുടെ ചോദ്യം കേട്ടപ്പോഴാണ് തെച്ചും അത് ശ്രദ്ധിക്കുന്നത്. എന്നും അവർക്ക് മുന്നേ തന്നെയും കാത്തുവന്ന് നിൽക്കുന്നത് മീനുവായിരുന്നു. പക്ഷെ ഇന്ന് അവളെ കാണുന്നില്ല. എന്തായിരിക്കും കാരണം? അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മീന് വരുന്ന വഴിയെ നോക്കി നിന്നും. പെട്ടെന്ന് അവിടെ മുന്നിലേക്ക് ഒരു ബൈക്ക് വന്നു നിന്നും. അതിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് എല്ലാവരുടെയും നെറ്റിച്ചുടിഞ്ഞു. നിങ്ങളങ്ങനെ ഒരുമിച്ച് വന്നോ? ഗൗതത്തിന്റെ ബൈക്കിന്റെ പിന്നിൽ നിന്ന് ഇറങ്ങുന്ന മീനുവിനെ നോക്കിക്കൊണ്ട് ദേവ് ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട ചേച്ചി. വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഓടിപ്പാഞ്ഞ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ കോളേജ് ബസ്സും പോയി. അങ്ങനെ ചൊറിയും കുത്തി അവിടെ നിന്നപ്പോഴാണ് ഈ ചേട്ടൻ ബൈക്കിൽ വരുന്ന കണ്ടത്. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. അപ്പോഴേ കൈ കാണിച്ച് നിർത്തി ഈ ചേട്ടന്റെ കൂടെ ലിഫ്റ്റ് അടിച്ചിങ്ങ് പോന്നു. അവരെ നോക്കി നിളിച്ച് കാണിച്ചുകൊണ്ട് മീനു പറഞ്ഞതും ദേവും ഹർഷിതും നയനയും ഗൗതത്തെ ഒരു വല്ലാത്ത ഭാവത്തിൽ നോക്കി. അത് കണ്ടതും അവിടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അവരെ നോക്കി നിന്ന് വിളറി ചിരിച്ചു. ശേഷം അല്ലെന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. അതിന് അവരും എന്തോ മനസ്സിലായതുപോലെ തലയാട്ടി. ദച്ചു മാത്രം മറ്റെന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഇനിയും ഇങ്ങനെ നിൽക്കുന്നത് തനിക്ക് അത്ര പന്തിയെന്ന് തോന്നിയതും ഗൗതം ഒരു വിക്കലോടെ ചോദിച്ചു. അതിന് മറുപടിയായി ഹർഷിത് അവനെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ഒരു ആക്കി ചിരിയോടെ അവനെയും കുട്ടി മുന്നേ നടന്നു. പിന്നാലെ തന്നെ അതേ ചിരിയോടെ ദേവും നയനയും അവരോടൊപ്പം ഒന്നും മനസ്സിലാകാതെ ദച്ചുവും മീനും പതിയെ നടന്നു. ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെയും ദച്ചുവിന്റെ മുഖമാകെ മങ്ങിയിരിക്കുകയായിരുന്നു. എന്തു പറ്റിയടി? അവളുടെ വാടിയ മുഖം കണ്ടതും മീനു സംശയത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മീനു. പിന്നെ നീ എന്താ ഇങ്ങനെ ചിന്താവിഷ്ടയെ ശ്യാമളെ പോലെ മുഖവും വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറയടി, നീ നിന്റെ കള്ളക്കാമുകനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കല്ലേ? ദച്ചു പറഞ്ഞു കേട്ട് മീനു അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. കള്ളക്കാമുകനോ? അവൾ പറഞ്ഞു കേട്ട് ദച്ചു അന്തം വിട്ടുകൊണ്ട് ചോദിച്ചു. ആ, നിന്റെ കാമുകൻ ഇന്ന് നിന്നെ കാണാൻ വന്നില്ല. അതല്ലേ നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത്? നീ ഇനി അതോർത്ത് വിഷമിക്കണ്ടടി. അങ്ങേര് വേറെ വല്ല പെൺപിള്ളാടെയും കൂടെ ഒളിച്ചോടി പോയി കാണും. തൽക്കാലം നമുക്ക് നമ്മുടെ സ്വന്തം രുദ്രൻ സാറിനെ നോക്കി നിർവൃതി അടയാം. അവൾ പറഞ്ഞു കേട്ടതും ദച്ചു അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. എന്തൊക്കെയാ പെണ്ണെ ഈ പറയുന്നത്? എനിക്കൊരു കാമുകനുമില്ല. ഞാനൊരു കാമുകനെയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നതുമല്ല. അവളൊരു കള്ള കാമുകൻ. ദച്ചു ചെറിയ നീരസത്തോടെ പറഞ്ഞതും മീനു അവളെ നോക്കി നിന്ന് പുഞ്ചിരിച്ചു. അതെനിക്കറിയാലോ. എന്റെ ദച്ചുട്ടിക്ക് അങ്ങനെ വല്ല കാമുകനും ഉണ്ടായിരുന്നെങ്കിൽ അത് മണത്തെങ്കിലും ഞാൻ അറിഞ്ഞേനെ. ഇതിപ്പോ നിന്റെ ഈ വാടി മുഖഭാവം മാറ്റാൻ വേണ്ടി ഞാൻ വെറുതെ പറഞ്ഞതല്ലേ? മീനുവിന്റെ മറുപടിക്കടുത്തും ദച്ചു അവളെ നോക്കിന്ന് വിളറി ചിരിച്ചു. ദേ നോക്ക് ദച്ചുസേ, നിന്റെ ഈ സങ്കടത്തിന്റെ കാരണം എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ നിന്റെ മുഖത്തിന് ഈ ഭാവം ഒട്ടും ചേരുന്നില്ലടി പെണ്ണേ. ദേ ഈ ചുണ്ടിലെ പുഞ്ചിരി അതെപ്പോഴും അതുപോലെ തന്നെ നിൽക്കണം. അപ്പോഴാണ് നിന്റെ ഈ കുഞ്ഞുമുഖത്തിന് ഭംഗിയേറുന്നത്. ദച്ചുവിന്റെ ഇരു കവളിലുമായി ചൂണ്ടുവിരലും തള്ളവിരലും ചേർത്ത് വെച്ച് ചിരിക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് മീനു പറഞ്ഞതും ദച്ചുവിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടുന്നു. ആ ദേ ഇതുപോലെ. അതും പറഞ്ഞുകൊണ്ട് മീനു അവളെ ചേർത്ത് പിടിച്ചതും ദച്ചുവും അവളോട് ചേർന്നിരുന്നു. അതേസമയം തന്നെ ക്ലാസ്സിലേക്ക് സാർ കയറി വന്നതും എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നിന്നു. ഈ രുദ്രൻ സാറിന്റെ പീരീഡ് അല്ലേ? പിന്നെന്തിനാ ഈ പെണ്ണുമ്പിള്ള കയറി വന്നത്? രുദ്രന് പകരം മറ്റൊരു മിസ് ക്ലാസ് എടുക്കാനായി കയറി വരുന്ന കണ്ടതും മീനു ഇഷ്ടക്കേടോടെ പറഞ്ഞു. രുദ്രൻ സാർ ഇന്ന് ലീവാണെന്ന് പറയുന്ന കേട്ടു. പെട്ടെന്ന് മുന്നിലിരുന്ന ഒരു പെൺകുട്ടി അടക്കിയ സ്വരത്തിൽ പറയുന്ന കേട്ടതും മീനു നിരാശയോടെ ദച്ചുവിനെ നോക്കി. ശോ, അത് കഷ്ടമായി പോയി അല്ലേ ദച്ചു? ചുണ്ടു ചുളുക്കി വെച്ച് സങ്കടഭാവത്തിൽ പറയുന്നവളെ കണ്ട് ദച്ചുവിന് ചിരി വന്നുപോയി. അപ്പോഴേക്കും പുതിയ മിസ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിരുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ദച്ചുവിന്റെ മനസ്സ് നിറയെ ഓരോരോ ചിന്തകൾ അലയുകയായിരുന്നു. ദേവിനെ കുറിച്ച് താൻ ചിന്തിച്ചതും രാവിലെ ഗായത്രി പറഞ്ഞതുമൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ദാക്ഷായണിക്ക് ഒരു വിസിറ്റർ ഉണ്ട്. പെട്ടെന്ന് ക്ലാസ്സിലേക്ക് ഒരു പ്യൂൺ കയറി വന്നുകൊണ്ട് പറഞ്ഞതും ദച്ചു ഞെട്ടലോടെ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. തനിക്ക് വിസിറ്ററോ? ആരായിരിക്കും? പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് തലേ ദിവസം മാലിന്യമ്മ പറഞ്ഞ കാര്യങ്ങൾ കടന്നു വന്നു. നിനക്ക് പ്രായപൂർത്തിയാകുമ്പോൾ നിന്നെ അന്വേഷിച്ച് നിന്റെ പ്രിയപ്പെട്ടവർ വരുമെന്നും അതുവരെ നിനക്ക് യാതൊരു ആപത്തും കൂടാതെ സംരക്ഷിക്കണമെന്നും അതിലെഴുതിയിരുന്നു. ആ ഓർമ്മയിൽ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു. അപ്പോ തന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആയിരിക്കോ വന്നിട്ടുണ്ടാവുക? ഇനി തന്റെ അമ്മയായിരിക്കോ അതോ മറ്റാരെങ്കിലോ? അവൾ മനസ്സിൽ തന്നോട് തന്നെ ചോദിച്ചു. ദാക്ഷായണി പോയിട്ട് വരൂ. പെട്ടെന്ന് മിസ് പറഞ്ഞതും അവളൊന്നും തലയാട്ടിക്കൊണ്ട് മീനുവിനെ നോക്കി. മീനൊന്ന് കണ്ണു ചിമ്മി കാണിച്ചതും അവളൊന്ന് നിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. വിസിറ്റിംഗ് ഏരിയയിലേക്ക് നടക്കുമ്പോഴേക്കും അവളുടെ ചിന്ത അതാരായിരിക്കും എന്നതായിരുന്നു. ഇനി ഒരു പക്ഷേ ദേവായിരിക്കോ എന്നും അവൾ ചിന്തിച്ചു.
ചിലപ്പോൾ തിരക്ക് കാരണം അദ്ദേഹത്തിന് രാവിലെ വിളിക്കാനോ തന്നെ വിഷ് ചെയ്യാനോ കഴിയാത്തത് കൊണ്ട് തന്നെ നേരിട്ട് വന്ന് കണ്ട് വിഷ് ചെയ്യാമെന്ന് കരുതി വന്നതായിരിക്കോ എന്നും അവൾ മനസ്സിൽ ചിന്തിച്ചു. അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് അവൾ വിസിറ്റിംഗ് റൂമിൽ എത്തിയതും അവിടെ പുറം തിരിഞ്ഞു നിൽക്കുന്ന വ്യക്തിയെ കണ്ട് അവൾ നെറ്റിച്ചൊളിഞ്ഞു. ആരാ? സംശയത്തോടെ അവൾ ചോദിച്ചതും അയാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം മുന്നിൽ നിൽക്കുന്ന ആളിനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഒരിക്കൽ ആശ്രമത്തിൽ വെച്ച് തന്നെ പെണ്ണ് കാണാനാണെന്നും പറഞ്ഞ് തന്റെ മുന്നിൽ ക്രൂരമായ ചിരിയോടെ വന്നു നിന്ന ഒരു ചെറുപ്പക്കാരന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഗിരീഷ്. അന്ന് മാല്യമ പറഞ്ഞു തന്ന അയാളുടെ പേര് മനസ്സിൽ ഓർത്തുകൊണ്ട് അവൾ മന്ത്രിക്കുമ്പോഴാണ് അന്ന് അയാളുടെ ചുവന്ന കണ്ണുകൾ തെളിഞ്ഞിരുന്ന തന്നോട്ടുള്ള ക്രൂരമായ ആസക്തി ഇന്നും അതേപോലെ ആ കണ്ണുകൾ തെളിഞ്ഞു നിൽക്കുന്നത് അവൾ പേടിയോടെ നോക്കി കണ്ടു. ഓരോന്നും ഒപ്പിച്ചു വെച്ചിട്ട് ഇനിങ്ങനെ കിടന്ന് മോങ്ങിയാ മതിയല്ലോ. കാറിന്റെ പിൻസീറ്റിൽ നിന്ന് കണ്ണുകൾ അടച്ച് ചാരി കിടക്കുകയായിരുന്ന ദേവിനെ എന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയായിരുന്ന ദർശ് അമർഷത്തോടെ പറഞ്ഞു. ദച്ചുവിനെ കാണാനായി കോളേജിലേക്കുള്ള യാത്രയിലായിരുന്നു അവർ. കാറിൽ കയറിയ നേരം മുതൽ ദേവ് കണ്ണുകൾ അടച്ച് അതേ കിടപ്പ് തന്നെയായിരുന്നു. അതുകൂടെ കാണുമ്പോൾ ദർശന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ദർശ് പറയുന്ന കേട്ട് ദേവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ദർശ് അവനെ നോക്കി അരുന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. ഞാൻ പറയും, ഇവനിങ്ങനെ ഓരോന്നും ചെയ്തു കൂട്ടിയത് കാരണം നമ്മുടെ കുഞ്ഞിപ്പോ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും എന്നേട്ടൻ അറിയില്ലേ? പാവെന്ന് രാവിലത്തെ അവളുടെ ഓരോ വാക്കുകൾ കേട്ടതും എന്റെ നെഞ്ചി വിങ്ങിപ്പോയി. അത്രയും സഹിക്കാൻ പറ്റാതെ ആയതുകൊണ്ടാവില്ലേ മോള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ദേഷ്യം ഒട്ടും കുറയാതെ അവൻ വീണ്ടും ദേവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോന്നും പറഞ്ഞതും ദേവി ചുവന്ന കണ്ണുകളോടെ അവനിന്ന് തുറച്ചു നോക്കി. എന്താടാ നോക്കി പേടിപ്പിക്കുന്ന? നീ നോക്കിയാലൊന്നും ഞാൻ പേടിക്കില്ല. അവന്റെ ഒരു കണ്ണൂരിട്ടല്. ദേവിന്റെ നോട്ടം കണ്ടും ദർശ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേട്ടാ, ഇനി ഇവൻ വാ തുറന്ന സത്യമായിട്ടും ഞാൻ അവനെ പിടിച്ച് വെളിയിലെറിയും, പറഞ്ഞേക്കാം. ദേവ് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ദർശനോടായി പറഞ്ഞു. പിന്നെ നീ എന്നെ എടുത്തെറിയാൻ ഇങ്ങ് വാ, ഞാൻ ഇവിടെ നിനക്ക് സൗകര്യത്തിന് കൈയും കെട്ടി നോക്കിയിരുന്നു തരാം. ദേവ് പറഞ്ഞു കേട്ട് അവനൊരു പുച്ഛത്തോടെ മറുപടി പറഞ്ഞു. ഇവനെ ഇന്ന് ഞാൻ സഹികെട്ടതും ദേവ് അവന്റെ കഴുത്തിൽ പിടിക്കാനായി മുന്നോട്ടാഞ്ഞു. അതേ നിമിഷം തന്നെ ദശ് ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് കാർ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി. മോനെ ഗൗതമേ, സത്യം പറഞ്ഞോ, നീ ആ മീനാക്ഷിയും തമ്മിൽ മുടിഞ്ഞ പ്രേമത്തിലല്ലേ? അതല്ലേ നീന്ന് അവള് നിന്റെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുവന്നത്? ദച്ചുവിനെയും മീനുവിനെയും ക്ലാസ്സിലാക്കിയ ശേഷം ദേവും കൂട്ടരും തങ്ങളുടെ ക്ലാസ്സിലെത്തിയപ്പോഴേക്കും അവിടെ ക്ലാസ്സിലേക്ക് സാർ എത്തിയതും അതുകൊണ്ട് തന്നെ ഗൗതത്തിന്റെ കൂടെ മീനു എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് അവർ ചോദിക്കാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫസ്റ്റ് അവർ പീരീഡ് കഴിഞ്ഞ് ഇന്റർവെൽ സമയത്തായിരുന്നു അവർക്ക് അവനെ തരത്തിന് കിട്ടിയത്. ദേവിന്റെ ചോദ്യം കേട്ടതും ഗൗതം അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ല, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് വരുന്നു, അവൾ നിന്നോട് ചേർന്നിരിക്കുന്നു, അങ്ങനെ എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുമ്പോ അവളൊരു താളത്തിന് പറയുന്ന കേട്ട് അവൻ മാറിൽ കൈയും കെട്ടി നിന്നുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു. അല്ല, എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞു നാർന്ന പോലെ അല്ലട ഹർഷി? മുന്നിലെ ഡെസ്കിൽ വിരലുകൾ കൊണ്ട് ഒന്ന് താളം പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ നോക്കിന്ന് പല്ല് കടിച്ചു. നിന്റെ തന്ത ചിലപ്പോ നിനക്കൊന്ന് ചീഞ്ഞ മുട്ടയായിരിക്കും തന്നു വിട്ടത്, അതായിരിക്കും ചീഞ്ഞ നാറ്റം വന്നത്. അല്ല പിന്നെ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയൊന്നും നീ പറഞ്ഞു ഒഴിയണ്ട മോനെ, അവൾ പറഞ്ഞതിലും കാര്യമില്ലാതില്ല. എന്ത് ചീഞ്ഞു നാർന്നെന്നാ? ഹർഷിതും ദേവുവിനെ അനുകൂലിച്ചുകൊണ്ട് പറയുന്ന കേട്ടതും ഗൗതം അവനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു. അതല്ലടാ, നീ ആ മീനാക്ഷിയും തമ്മിൽ എന്തോ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്നും MES ബ്ലോക്ക് വഴി വരുന്ന നീ എന്തിനാ ഇന്ന് അവളുടെ വീടിനടുത്തുള്ള വഴി വന്നത്? അതിൽ തന്നെ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ മോനെ. അത് തന്നെ, അതുവഴി വന്നതും പോരാഞ്ഞ് അവളെയും അവന്റെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവന്റെ കയ്യിലെന്തോ കള്ളത്തരം ഉണ്ടെന്ന്. ഹർഷിത് പറഞ്ഞു കേട്ടതും ദേവും കൂടി പറഞ്ഞതും അവൻ അവർ ഇരുവരെയും നോക്കി പല്ല് കടിച്ചു. ദേ, കൂട്ടുകാരാണെന്നും പറഞ്ഞ് വായിൽ തോന്നി വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, രണ്ടിന്റെയും മോതിര ഷേപ്പ് ഞാൻ മാറും, പറഞ്ഞേക്കാം. അവർ രണ്ടിനെയും നോക്കി ദേഷ്യത്തോടെ അവൻ പറഞ്ഞതും ദേവു ഒരടി പിന്നിലേക്ക് നീങ്ങി നിന്നും. ചിലപ്പോൾ അവൻ പറഞ്ഞതുപോലെ ചെയ്താലോ? ആരോഗ്യം മുഖ്യം വികിലേ. ഓ പിന്നെ ഞങ്ങൾ പറയുന്നതാണ് കുഴപ്പം. അല്ലെങ്കിൽ പിന്നെ ദേ, ഇവളുമാര് രണ്ടുപേരെ അല്ലാതെ നിന്റെ ബൈക്കിൽ വേറെ ഒരു പെൺപിള്ളേരെ കയറ്റാത്ത നീ ഇന്ന് അവളെ കയറ്റിക്കൊണ്ട് വന്നിരിക്കുന്നു. എന്നിട്ട് ലിഫ്റ്റ് കൊടുത്തതാണ് പോലും. അതും ഇപ്പൊ ഞങ്ങൾ അങ്ങ് വിശ്വസിക്കും അല്ലേ? അല്ലേടി? അതെ. ദേവുവിനെ നോക്കി ഒരു കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ അതേ എന്ന രീതിയിൽ തലയാട്ടി. വേണ്ടടാ, നീ ഒന്നും വിശ്വസിക്കണ്ട. ഞാനും അവളും തമ്മിൽ പ്രേമം തന്നെയാ. അവളെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇന്ന് അതുവഴി വന്നത്. മാത്രമല്ല, അവളെയും കൊണ്ട് ഞാൻ ഈ സിറ്റി മുഴുവനും കറങ്ങിട്ടാ ഞങ്ങളൊന്ന് കോളേജിലേക്ക് വന്നത്. എന്താ പോരെ അവന്റെയൊക്കെ ഒരു കോപ്പിലെ കണ്ടുപിടുത്തങ്ങള്? അതും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നവരെ നോക്കി രണ്ടും കൂടി ഒറ്റ ചിരിയായിരുന്നു. പാവോടാ, ഇനി അവനിട്ട് കളിപ്പിക്കണ്ട, അവനാകെ ദേഷ്യം വന്നിട്ടുണ്ട്. അവൻ പോന്നു നോക്കിയിരുന്ന നയന ഒരു നെടുവീർപ്പോടെ മറ്റ് രണ്ടുപേരുടുമായി പറഞ്ഞതും അവർ ഇരുവരും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ല, അവൻ നമ്മുടെ ഫ്രണ്ടല്ലേ?
അപ്പൊ പിന്നെ അവനെ ഇങ്ങനെ കളിയാക്കുന്നത് ശരിയല്ലല്ലോ. ആ അതാ ഞാൻ. ഇരുവരുടെയും നോട്ടം കണ്ടതും അവളൊന്നും പതറിക്കൊണ്ട് പറഞ്ഞു, എന്തോ എങ്ങനെ ആരുടെ ഫ്രണ്ട്? അവളെ പറച്ചിൽ കേട്ട് ദേവ് ഒരു ആക്കിലോടെ ചോദിച്ചതും അവളൊന്നും പിള്ളറിക്കൊണ്ട് ചിരിച്ചു. ആ അത് ഞാൻ ദേവു. എടി മോളെ, കാള വാല് പോകുന്നത് കാണുമ്പോഴേ അതെന്തിനാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് അവനെ കാണുമ്പോഴുള്ള നിന്റെ നോട്ടവും പരുങ്ങലും ഒക്കെ ഞാൻ കാണുന്നുണ്ട്. പിന്നിത് എവിടെ വരെ പോകുമെന്ന് ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. നയനിയെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് ദേവു പറഞ്ഞതും അവളുടെ മുഖം വിളറി. അത് ദേവു, നീ നീ കരുതുന്നത് പോലെ അങ്ങനെ ഒന്നുമില്ലടാ. ഞാൻ വെറുതെ. ദേവുവിന്റെ ചോദ്യത്തിന് അവൾക്ക് എന്തു മറുപടി പറയണമെന്നറിയില്ലായിരുന്നു. ദേ, ഇനിയും കള്ളം പറയാനാണ് മോളുടെ ഭാവമെങ്കിൽ എന്റെ കയ്യിൽ നിന്നും വാങ്ങിക്കണേ. കുറച്ചു മുന്നേ ആ മീനാക്ഷിയും ചേർത്ത് അവനെ കളിയാക്കുമ്പോൾ നിന്റെ മുഖം കൊട്ടക്കണക്കിന് വീർത്തിരിക്കുന്നത് ഞാൻ വ്യക്തമായി കണ്ടതാടി. ദേവു ദേഷ്യപ്പെടുത്തും അവൾ മുഖം കുനിച്ചു. നിങ്ങളത് എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ ദേവു? അതുവരെ അവർ പറയുന്ന കേട്ടൊന്നും മനസ്സിലാകാതെന്ന ഹർഷിത് ദേവുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, നിനക്കപ്പോ ഇതുവരെ ഒന്നും മനസ്സിലായില്ലേടാ? അവൾ ചോദിച്ചു കേട്ട് അവൻ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. എടാ പൊട്ട, ദേ ഈ ഇരിക്കുന്നവൾക്ക് പെട്ടെന്ന് ആ പോയവനോടുള്ള സോഫ്റ്റ് കോണ്ടന്റ് കാണും. എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല. ആ, അതാണ് പ്രേമം. എന്ത്? അവൾ പറഞ്ഞു കേട്ട് അവൻ അന്തം വിട്ടു. അതായത് ഉത്തമ, ദേ ഇവൾക്ക് അവനോട് മുഴിഞ്ഞ പ്രേമാണെന്ന് ദേവ് ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞതും ഹർഷിത് അത്ഭുതത്തോടെ നയനിയെ നോക്കി. നേരാണോ നയന? അവൻ അവിശ്വസനീയതയോടെ അവളോട് ചോദിച്ചതും അവൾ എന്തു പറയണമെന്നറിയാതെ പകപ്പോടെ അവനെ നോക്കി. അത് ഹർഷി, ഞാൻ. അവനും അറിയാമോ? അത് ചോദിക്കുമ്പോൾ അവന്റെ മനസ്സിൽ മീനാക്ഷിയുള്ള അവന്റെ മനോഭാവമായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് മീനാക്ഷിയുള്ള ഗൗതത്തിന്റെ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ മറ്റെന്തൊക്കെയോ ഒരു താല്പര്യം അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇന്ന് മീനാക്ഷിയും ചേർത്ത് അവനെ തങ്ങൾ കളിയാക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ അവന്റെ മുഖത്ത് ദേഷ്യമായിരുന്നെങ്കിൽ പോലും അവന്റെ ചുണ്ടിൽ മറച്ചു പിടിച്ചിരുന്ന നേർത്തൊരു പുഞ്ചിരി താൻ വ്യക്തമായി കണ്ടതാണ്. അതിനർത്ഥം തങ്ങൾ പറയുന്നതൊക്കെയും അവനുള്ളാലെ ആസ്വദിച്ചിരുന്നു അല്ലെ? അപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്ടം അവൻ മീനാക്ഷിയോട് തോന്നി തുടങ്ങിയെങ്കിൽ ഉറപ്പായും നയനിയുടെ കണ്ണുനീർ കാണേണ്ടി വരും. ആ ഒരു ചിന്തയോടെയാണ് അവൻ അത് ചോദിച്ചത്. ആ അത് എവിടുന്ന്? ആ പൊട്ടൻ ഇത് വലതും അറിയുമായിരുന്നെങ്കിൽ ഇവളോടുള്ള അവന്റെ മനോഭാവം ഇങ്ങനെ ആകുമായിരുന്നോ? ഹർഷിത്തിന്റെ ചോദ്യത്തിന് നയനി എന്തോ പറയാൻ തുടങ്ങും മുന്നേ ദേവു അതിനുള്ള മറുപടിയും പറഞ്ഞത്. അങ്ങനെ ഒരു ഇഷ്ടം നിനക്ക് അവനോടുണ്ടെങ്കിൽ ഇനി അധികം വെച്ച് താമസിപ്പിക്കേണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നീ നിന്റെ മനസ്സിലുള്ള കാര്യം അവനോട് തുറന്നു പറയണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിനക്ക് വേദനിക്കേണ്ടി വന്നെന്നിരിക്കും. ഗൗരവത്തോടെയുള്ള അവന്റെ വാക്കുകൾ കേട്ടതും ദേവുവും നയനിയും അവനെ അത്ഭുതത്തോടെ നോക്കി. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അവന് മറ്റെന്തെങ്കിലും ഇഷ്ടം? നയനി ഒന്ന് പാളി നോക്കിക്കൊണ്ട് ദേവു ചോദിച്ചതും അവളെ നെഞ്ചിടിപ്പൊന്നേറി. ഇതുവരെ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇനി അത് മാറിക്കൂടാ എന്നൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇനിയും വെച്ച് താമസിപ്പിക്കാതെ നീ എത്രയും പെട്ടെന്ന് അവനോട് കാര്യങ്ങൾ പറയാൻ നോക്ക്. അതും പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി പോകുന്നവനെ ദേവ് സംശയത്തോടെ നോക്കുമ്പോൾ നയനയുടെ മനസ്സിൽ അവന്റെ വാക്കുകൾ പ്രകമ്പനം കൊള്ളിക്കുകയായിരുന്നു. ദാക്ഷായിണി, എന്റെ സ്വപ്നസുന്ദരി, എത്ര നാളുകളായി ഞാൻ നിനക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നെന്ന് അറിയോ? മുന്നിൽ നിൽക്കുന്ന ദച്ചുവിനെ നോക്കി ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ അരികിലേക്ക് വന്നതും അവൾ ഭയത്തോടെ പിന്നിലേക്ക് നീങ്ങി. ഏയ് ബേബി, കം ഓൺ ഡിയർ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കയ്യിൽ പിടിച്ചതും അവൾ അവന്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചു. സുധർമാന്റെ തീർന്നപ്പോൾ മോള് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതി അല്ലേ? ക്രൂരമായ ഭാവത്തോടെ അവൻ അവളെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവനെ ദയനീയമായി ഒന്ന് നോക്കി. ഈ ഗിരിധർ ഒന്ന് മോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതിനൊരുത്തനെയും സഹായം എനിക്ക് ആവശ്യമില്ല. അവളുടെ ദേഹത്തേക്ക് ആകമാനം ഒരു വഷളം ചിരിയോടെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ വെറുപ്പോടെയും ഭയത്തോടെയും അവനിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ വിട്, എന്നെ വിടാൻ. അവൾ കുതിർന്നതിനനുസരിച്ച് അവന്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു. അവൻ അവളെ ഇരു കൈകൾ കൊണ്ട് മുറുക്കി പിടിച്ചുകൊണ്ട് തന്റെ ദേഹത്തേക്ക് ചേർത്തമർത്തി. ആ നിമിഷം അവന്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. ഓഹ്, വല്ലാത്ത ഒരു മത്ത് പിടിപ്പിക്കുന്ന മണമാണ് പെണെ നിന്റെ ഈ ഇളം മീനിക്ക്. വീണ്ടും വീണ്ടും അതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അവളുടെ പിൻകഴുത്തിലും മുടിയിഴകളിലുമായി മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൻ വല്ലാത്തൊരു ഭാവത്തിൽ കീച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് വശ്യമായ സ്വരത്തിൽ പറഞ്ഞതും അവൾ അറപ്പോടെ മുഖം തിരിച്ചു. ആ നിമിഷം തന്റെ ദേഹത്തുകൂടി 1000 പുഴുക്കൾ അരിച്ചിറങ്ങുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അവന്റെ ഓരോ സ്പർശവും അവളിൽ അത്രത്തോളം അറപ്പുളവാക്കിയിരുന്നു. അവൾ വെറുപ്പോടെ അവനെ തട്ടി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിടാനല്ലേ പറഞ്ഞത്? ആ, അതും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും അലറിക്കരയാൻ തുടങ്ങിയതും അവളുടെ ശബ്ദം പുറത്തേക്ക് കേട്ട് കുട്ടികൾ ഒക്കെയും സംശയത്തോടെ വിസിറ്റിംഗ് ഏരിയയിലേക്ക് ഓടി വരാൻ തുടങ്ങി. ഡാമിറ്റ്! അത് കണ്ടതും അവൻ വേഗം അവളെ കൊണ്ട് പുറത്തേക്കിറങ്ങി. സുധി! പുറത്ത് അവനെയും കാത്തു നിന്ന സുധീറിനെയും മറ്റും അവൻ വിളിച്ചതും അവർ വേഗം അവന്റെ അരികിലേക്ക് ഓടി വന്നു.
വേഗം വണ്ടി ഇറക്കടാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം. അവൻ പറഞ്ഞു കേട്ട് ശ്രുതി വേഗം തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് ഓടി. നമ്മുടെ ആളുകളൊക്കെ റെഡിയല്ലേ വിനീത്? തങ്ങൾക്ക് നേരെ ഓടിക്കൂടുന്ന വിദ്യാർത്ഥികളെയും മറ്റും കണ്ട് അവൻ അടുത്തുനിന്ന് വിനീതിനോടായി ചോദിച്ചു. ആ സാർ, എല്ലാവരും റെഡിയാണ്. അവൻ പറഞ്ഞു കഴിയും മുന്നേ ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന 10-25ഓളം ആളുകൾ വാളും മറ്റും നിരവധി ആയുധങ്ങളുമായി വന്ന് കുട്ടികളെ തടഞ്ഞു കഴിഞ്ഞിരുന്നു. അവരോടൊക്കെ അലർട്ടായിട്ടിരിക്കാൻ പറയണം. ഇവളെ രക്ഷപ്പെടുത്താനായി ഏതവൻ നമ്മുടെ നേരെ വന്നാലും ആ നിമിഷം അവനെയൊക്കെ തീർത്തിരിക്കണം. അവളെ ഒന്നുകൂടെ തന്റെ ദേഹത്തേക്ക് അമർത്തി പിടിച്ചിട്ട് ക്രൂരമായ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും അവൾ ഭയന്നു പോയി. തന്റെ ജീവിതം ഇവിടെ അവസാനിച്ചെന്ന് തന്നെ ഒരു നിമിഷം അവൾ കരുതിപ്പോയി. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ഗായുവിന്റെയും കൃഷ്ണയുടെയും ദേവുവിന്റെയും ഉൾപ്പെടെ തന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കടന്നു വന്നു. അവരൊക്കെ ഇനി കാണാൻ കഴിയോ? അവൾ മനസ്സിൽ ചോദിച്ചു. ഇല്ല, രക്ഷപ്പെടണം. ഇതുപോലെ ഒരു മനുഷ്യ മൃഗത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കാനുള്ളതല്ല തന്റെ ജീവിതം. അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എവിടെ നിന്ന് കിട്ടിയ ശക്തിയിൽ അവന്റെ കയ്യിൽ അമർത്തി കടിച്ചു. കയ്യിൽ അനുഭവപ്പെട്ട വേദനയിൽ അവളുടെ ദേഹത്ത് മുറുകിയിരുന്ന അവന്റെ പിടി നയഞ്ഞതും ആ നിമിഷം അവൾ അവനിൽ നിന്നും കുതിരി മാറിക്കൊണ്ട് മുന്നോട്ടോടി. ഡീ എന്നല്ല അവളെ ആ നീക്കം മുന്നേ കണ്ടതുപോലെ അവൻ ഇടം കൈകൊണ്ട് അവളെ മുടിക്കുത്തിൽ ചുഴറ്റി പിടിച്ചു. ഭാന്ന, എങ്ങോട്ടടി നീ രക്ഷപ്പെട്ടു പോകാൻ നോക്കുന്നത്? എവിടെ പോയി ഒളിച്ചാലും എന്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു തീരാൻ തന്നെ അടി നിന്റെ വിധി. അവളുടെ കർണത്തെ ആഞ്ഞടിച്ചുകൊണ്ട് അവൻ വന്യമായ ഭാവത്തിൽ മുരണ്ടതും അവളൊരു നിലവിളിയോടെ നിലത്തേക്ക് വീണുപോയി. അതേ നിമിഷമാണ് ദേവുവിനോടും മറ്റും ദേഷ്യപ്പെട്ടുകൊണ്ട് താഴേക്കിറങ്ങി വരികയായിരുന്ന ഗൗതം വിസിറ്റിംഗ് ഏരിയയുടെ മുന്നിൽ കൂടി നിൽക്കുന്ന കുട്ടികളെ കണ്ട് സംശയത്തോടെ അങ്ങോട്ടേക്ക് വന്നത്. കുട്ടികളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മുന്നിലേക്ക് നോക്കിയ ഗൗതത്തിന്റെ കണ്ണുകൾ ഒരു നിമിഷം മിഴിഞ്ഞു വന്നു. ദച്ചു, വിറയാർന്ന ശബ്ദത്തിൽ അവൻ അലറിക്കൊണ്ട് അവളുടെ നേരെ പാഞ്ഞു വന്നതും ഗുണ്ടകളിൽ ഒരുവന്റെ വാൾ അവന്റെ നേരെ ഉയർന്നു താണു. അവന്റെ നിലവിളി ശബ്ദം അവിടെ ആകെ ഉയർന്നു കേൾക്കുന്നതോടൊപ്പം അവന്റെ ദേഹത്തു നിന്നും പൊടിഞ്ഞ ചോരത്തുള്ളികൾ ദച്ചുവിന്റെ മുഖത്തേക്ക് വന്നു പതിച്ചു.